ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഡെസിമൽ ഫോംസിലെ ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ അടിപൊളി ആയിട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ മക്കൾ എല്ലാവരും മിസ്സിന്റെ കൂടെ ഇരുന്നിട്ട് ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയാണ്, എനിക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ട് അല്ലേ? എന്തൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാ. ഡെസിമൽ നമ്പർ എന്താണ് എന്ന് എന്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പോയിന്റ് യൂസ് ചെയ്ത് എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് അല്ലെ, ദശാംശ സംഖ്യകൾ എന്ന് പറയുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഡെസിമൽ നമ്പേഴ്സിൽ വലിയത് ആരാണ്, വലിയവൻ ആരാണ്, ചെറിയത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം മക്കളെ കണ്ടിട്ടുണ്ടാകും. ഒരു ചാപ്റ്ററിൽ ഏതാണ് ഒരു വലിയ ഡെസിമൽ നമ്പർ, ഏതാണ് ചെറിയ ഡെസിമൽ നമ്പർ എന്ന് വരുമ്പോ ഒരു ചെറിയ ഡൗട്ട് എന്റെ മക്കൾക്ക് വന്നിട്ടുണ്ടോ? ആ ഡൗട്ട് ഒന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് നോക്കിയാലോ. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ എന്റെ കയ്യില് മക്കളെ കയ്യിലുള്ള പോലെ തന്നെ ഒരു സ്കെയിൽ ഉണ്ട്. ഒരു സ്കെയിൽ ഉണ്ട്. അപ്പൊ മക്കള് നോക്കിക്കേ, അതിൽ നമ്മൾ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പേഴ്സുകൾ കാണാം. അതില് 0 കഴിഞ്ഞ പാടുള്ള കുഞ്ഞു വരകളുണ്ട് അല്ലെ? ആ കുഞ്ഞു വരകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ അളവ് എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ 1 കഴിഞ്ഞാൽ എഴുതുന്ന ഒരു കുഞ്ഞു വരക്ക് എന്താ പറയാ? 1.1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതാ 1.1 ആയിരുന്നു. അത് കഴിഞ്ഞ 1.2, 1.3, ഇത് 1.5 ആണ്. അങ്ങനെ പോവായിരുന്നു അല്ലെ? ഇവിടെ 1.9 കഴിഞ്ഞാല് 2 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതലേ നോക്കിക്കേ, 0 മുതലേ പോവാണെങ്കിൽ ഈ ഒരു കുഞ്ഞു വര എത്രയായിരിക്കും? 0.1 ആയിരിക്കും അല്ലെ? ഇത് 0.1 ആയിരിക്കും. അടുത്ത 0.2 ആയിരിക്കും. ഇവിടെ എന്താ വരിക? 0.5 ആയിരിക്കും അല്ലെ? ഇങ്ങനെ പോകുന്ന നമ്പേഴ്സാ. അങ്ങനെയാണെങ്കിൽ മിസ് ഒരു കാര്യം ചോദിക്കുന്നത് എന്റെ മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു ചാപ്റ്ററിൽ വലിയവനും ചെറിയവനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ ആണോ? ഈ ഒരു കാര്യം മിസ് ഇതാ വലുതാക്കി വരയ്ക്കുന്നുണ്ട്. ഈ സ്കെയിലാണ് കേട്ടോ മിസ് ഇവിടെ വലുതാക്കി വരച്ചത്. ആദ്യം തന്നെ ഇവിടെ അതാ മിസ് 0 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞു വരകളെ മിസ് ഇങ്ങനെ വിട്ട് വരയ്ക്കുകയാണ് മക്കളെ. ആദ്യത്തെ കുഞ്ഞു വര, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോണില്ലേടാ. അങ്ങനെ കുഞ്ഞു വരകൾ പോകുന്നുണ്ട്. അപ്പൊ 0 കഴിഞ്ഞ പാടുള്ള കുഞ്ഞു വര എന്തായിരുന്നു നമ്മൾ വിളിച്ചേ? 0.1 എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. മിസ്സിന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. മിസ്സിന്റെ ചോദ്യം ഇതാണ്. ഈ 0യും ഈ 0.1ന്റെയും ഇടയിൽ, 0ന്റെയും 0.1ന്റെയും ഇടയില് ഇവിടെ ഒരു വര ഉണ്ടെങ്കിൽ, അവിടെ ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കില്ലേ മക്കളെ? ഇതായി 0.1ന്റെ പകുതി ആയിരിക്കില്ലേ? ഹാഫ് ആയിരിക്കും അവിടെ വരുന്ന അളവ്. എത്ര ആയിരിക്കും അവിടെ വരുന്ന അളവ് ഉണ്ടായിരിക്കുക? 0ന്റെയും 0.1ന്റെയും ഇടയിൽ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.1ന്റെ പകുതി ആയിരിക്കില്ലേ? 0.1ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? 0.05 ആയിരിക്കും. 0.05 ആയിരിക്കും. ഇത്രയ്ക്കും മനസ്സിലാക്കിയാൽ മതി അടുത്ത ഒരു പോയിന്റുകൾ കണ്ടുപിടിക്കാൻ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് 0.2 അല്ലെ? പോയിന്റ് 0.2 ആണ്. ഓക്കെ, 0.2 ആണ്. മിസ്സിന്റെ ചോദ്യം ഇതിന്റെ ഇടയിലുള്ള വര എത്രയായിരിക്കും? അതിനിങ്ങനെ പകുതിയാക്കിക്കൊണ്ട് പോവുകയല്ലേ നമ്മള്? 0.1ന്റെയും 0.2ന്റെയും ഇടയിലുള്ള ഒരു ലൈൻ, അതിന്റെ നേരെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എന്നാണ് മിസ്സിന്റെ ചോദ്യം. എത്രയായിരിക്കണം മക്കളെ? എന്റെ മക്കളൊന്ന് നോക്കിക്കേ. എത്രയാ വരിക? ഈ ഒരു 0.2ന്റെയും 0.1ന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും കൂടെ കൂട്ടിയിട്ട് നമ്മള് പകുതി കണ്ടുപിടിച്ചാൽ മതി. എത്രയാ വരിക? ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഒരു പോയിന്റ് 0.15 എന്ന് വരും അല്ലെ? 0.15 എന്ന് വരും. 0.15 കഴിഞ്ഞാലാണ് ആര് വരിക? 0.2 വരിക. അപ്പൊ ഇത്രയും ഈസി ആയിട്ടുള്ള ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സുകളും എന്റെ മക്കൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഓരോ ചോദ്യത്തിലേക്ക് മിസ് ഒന്ന് പോയി നോക്കട്ടെ. എന്റെ മക്കളെ സെറ്റ് ആയിട്ട് ആൻസർ പറയില്ലേ? നോക്കിക്കേ മക്കളെ, നമ്മൾ ആദ്യത്തെ ചോദ്യം അല്ലെ? ആദ്യത്തെ ചോദ്യം 1.7 സെന്റിമീറ്ററും അതേപോലെ തന്നെ 0.8 സെന്റിമീറ്ററും ആരാണ് വലുത് എന്നാണ് ചോദിച്ചത്. ഈസി ആടാ.
വളരെ ഈസിയാടാ. നമുക്ക് ആദ്യം തന്നെ ഒന്ന് നമ്പർ ലൈൻ വരച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം അല്ലെ. നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ ഇതാ 1.7 0.8 അടയാളപ്പെടുത്തണമെങ്കിൽ ആദ്യം ഞാൻ 0-ൽ നിന്ന് നമ്പർ ലൈൻ വരച്ചു തുടങ്ങണം. കുഞ്ഞു കുഞ്ഞു വരകൾ വരയ്ക്കുകയാണേ. 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുമ്പം ആരായി? ഒന്നായി. ഇതാ 0 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്പർ ലൈൻ അടയാളപ്പെടുത്തുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എത്രയും വരിക? 0.1 ആണ്, 0.2 0.3 0.4 അടുത്തത് 0.5 ആണ് എന്നൊക്കെ എനിക്ക് അറിയാം. ഇനി അടുത്തതോ 0.6 0.7 0.8 0.9 അടുത്തതാണ് 1. ഓക്കെ, സെറ്റ് ആണ്. 1 കഴിഞ്ഞിട്ടും ഉണ്ടാവില്ലേ? 1 കഴിഞ്ഞിട്ടും ഉണ്ടാവില്ലേ? അങ്ങോട്ടേക്ക് ഉണ്ടാകും. 1 കഴിഞ്ഞാല് അടുത്തത് 1.1 1.2 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുഞ്ഞി വരകൾ ഉണ്ടാവും അല്ലെ, കുഞ്ഞി വരകൾ ഉണ്ടാവും. ഞാനിവിടെ ആദ്യം നോക്കുന്നത് 0 കഴിഞ്ഞിട്ട് 0 ആദ്യം 1.7 സെന്റിമീറ്റർ ആണ് നമുക്ക് അടയാളപ്പെടുത്തുന്നത്. 1.7 എന്ന് പറയുമ്പോൾ നമ്പർ ലൈനിൽ എവിടെയാണ് വരിക? 1.2 ഇത് 1.5 ആണ്. അടുത്ത 1.7 എന്ന് പറഞ്ഞാല് അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ വരൂലേ 1.7 സെന്റിമീറ്റർ നമുക്ക് അവിടെ കിട്ടി മക്കളെ. 1.7 സെന്റിമീറ്റർ ഇവിടെ കിട്ടി. ഇനി ആരെ കണ്ടുപിടിക്കണം? 0.8 കണ്ടുപിടിക്കണം. 0.8 എന്ന് പറഞ്ഞാലോ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയതിൽ തന്നെ ഉണ്ട്. ഇവിടെയാണ് 0.8 എന്ന് പറയുന്നത്. ആരാ വലുത്? കാണുമ്പോൾ തന്നെ അറിയാം 1.7 ആണ് വലുത്, 0.8 ആണ് ചെറുത് എന്നുള്ളത്. ഇത്രയൊന്നും ചിന്തിക്കണ്ട എന്റെ മക്കൾ. ആകെ എന്ത് മനസ്സിലാക്കിയാൽ മതി, ഇതാ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ആരാ വലുതെന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഇവിടെ 1-ലല്ലേ തുടങ്ങുന്നത്, 1 0-നേക്കാൾ വലുത്. എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ 1 ഇവിടെ 0 അപ്പൊ ഏതായിരിക്കും വലുത്? 1.7 ആയിരിക്കും വലുത്. അടുത്തത് ഏറ്റവും ചെറുത് എന്തായിരിക്കും? 0.8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കള് അടുത്തൊന്ന് വേഗം ഒന്ന് കണ്ടുപിടിച്ചേ. ഇവിടെ നമ്മൾ 8.05 അടുത്തത് 8.50 ആണ്. ആരായിരിക്കും വലുത് എന്ന് കണ്ടുപിടിക്കാൻ രണ്ട് സ്ഥലത്തും 8 ആണ്. എനിക്ക് നമ്പർ ലൈൻ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ പറയാം ആരാണ് വലുതെന്ന്. 8 കഴിഞ്ഞാൽ ഇവിടെ രണ്ടിടത്തും 8 ആണ്. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ 8 കഴിഞ്ഞ തൊട്ടടുത്ത സംഖ്യ നോക്കിയാൽ മതി മക്കളെ. 8 കഴിഞ്ഞ തൊട്ടടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 0 ആണ്. അടുത്തതോ 5 ആണ്. അങ്ങനെയാണ് ആരായിരിക്കും വലുത്? 8 കഴിഞ്ഞാൽ ഇവിടെ 5 വരികയാണെങ്കിൽ 8.50 ആയിരിക്കും വലുത്. 8.05 എന്തായിരിക്കും? ചെറുതായിരിക്കും എന്നെനിക്ക് കിട്ടിക്കഴിഞ്ഞു. നേരത്തെ എനിക്ക് മനസ്സിലായി കിട്ടി. അങ്ങനെയാണെങ്കിൽ അതൊന്ന് നമ്പർ ലൈനില് അത് അതേപോലെ തന്നെയാണോ, കറക്റ്റ് ആണോ എന്ന് നോക്കാൻ നമ്മൾ വെറുതെ ഒന്ന് നോക്കാല്. 8 കഴിഞ്ഞാൽ കുഞ്ഞി വരകൾ ഉണ്ടാകും. കുഞ്ഞി വരകള് ഇതാ ഒരു കുഞ്ഞി വരകളാണ് മിസ് ഇവിടെ അടയാളപ്പെടുത്തിയത്. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെ 9 അല്ലേ വരെ. 8 കഴിഞ്ഞാൽ അടുത്ത 9-ലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നമ്പർ 8.1 ആയിരിക്കും. അടുത്ത 8.2 8.3 എന്നൊക്കെ പറഞ്ഞു വരും. ഈ ഒരു വര എത്രയായിരിക്കും? 8.5 ആയിരിക്കും. ഈ 8.5 തന്നെയല്ലേ 8.50 എന്ന് പറയുന്നത്. സോ 8.5 നമ്മൾ അവിടെ കണ്ടുപിടിച്ചു. വലുതാണ്, അത് നമുക്ക് അറിയാം. നമ്മൾ വലുതും ചെറുതൊക്കെ ആദ്യമേ കണ്ടിട്ടുണ്ടേ. ഇനി അടുത്തത് 8.05 എന്ന് പറയുന്നത് നമ്പർ ലൈനിൽ എവിടെ ആയിരിക്കും വരിക? എന്റെ മക്കൾ ആദ്യം മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? 8-ന്റെയും 8.1-ന്റെയും ഇടയിലാണ് 8.05 വരിക അല്ലെ. ഇപ്പൊ തന്നെ കിട്ടിയതാ 8.5 ആണ് വലുത്, 8.05 ആണ് ചെറുത്. അത്രയും നമ്പർ ലൈൻ ഒന്നും വരച്ചു നോക്കണ്ട, അതിന് മുന്നേ തന്നെ നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം 2.35 ആണോ 2.47 ആണോ വലുത് എന്നാ കണ്ടുപിടിച്ചില്ലേ? ഏതാ വലുത്? 2 എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്തുണ്ട്. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്തുണ്ട്. അടുത്തത് 2 കഴിഞ്ഞ പാട് 2.3 വരുന്നത്. അടുത്തതോ 2.4 വരുന്നത്. ആരായിരിക്കും വലുത്? 2 കഴിഞ്ഞാൽ 3 വരുന്നത്. അടുത്ത 2 കഴിഞ്ഞാൽ 4 വരുന്നത്. അപ്പൊ ആരായിരിക്കും വലുത്? സ്വാഭാവികമായിട്ടും 2.47 തന്നെയായിരിക്കും വലുത് വരിക അല്ലെ. 2.35 ചെറുതായിരിക്കും. ഇത് നേരത്തെ പോലെ നമ്പർ ലൈനിലും നമുക്ക് വരച്ചു നോക്കാം. നമ്പർ ലൈന് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ 2 ഉണ്ടാവും. കുഞ്ഞി വരകൾ ഉണ്ടാവും അല്ലെ. കുഞ്ഞി വരകൾ ഉണ്ടാവും. 2.1 ഉണ്ടാവും, 2.2 2.3 2.4 ഉണ്ടാകും. 2.5 ആയിരിക്കില്ലേ ഇത്? 2.5 ഇത്ര വരെയെങ്കിലും നമുക്ക് മതി. കാരണം 2.3-ന്റെയും 2.47 ആണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് അല്ലെ. എവിടെ ആയിരിക്കും മക്കളെ ഈ 2.35 വരിക? 2.35 എന്ന് പറഞ്ഞാൽ 2.3 ഇവിടെയായി, 2.4 ആയി.
2.35 എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലല്ലേടാ വരിക. ആ 2.35 അവിടെ കിട്ടി നമുക്ക്. ഓക്കെ, അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത നോക്കിക്കേ 2.47. അതെവിടെയായിരിക്കും വരിക? ആ 2.4ന്റെയും 2.5ന്റെയും ഇടയിൽ എവിടെയെങ്കിലും വരും അല്ലെ. ഇതാ 2.47 എന്ന് അവിടെയും കിട്ടി. ഇതാ നേരത്തെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്പർ ലൈനിലും അതൊന്ന് അടയാളപ്പെടുത്തി. അപ്പൊ ഏറ്റവും വലുത് 2.47 ആണ്. അതിന്റെ ചെറുത് 2.35 ആണ്. അപ്പൊ സെറ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്റെ മക്കളൊന്ന് മനസ്സിലാക്കാൻ സാധാരണ രീതിയിൽ കുറെ കാര്യങ്ങൾ അറിയാലേ. സാധാരണ എന്റെ മക്കള് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, എന്ത്, 100 അല്ലെങ്കിൽ 90 വലുത്? 100 വലുത് എനിക്കറിയാം. അതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ നമ്പേഴ്സ്. ഈ ഒരു നമ്പേഴ്സിന്റെ അത് ആ പോയിന്റ് ഇല്ലേ മക്കളെ, ആ പോയിന്റ് വരുന്നു എന്നുള്ള ഒരു വ്യത്യാസം, ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ വലുതും ചെറുതും നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിക്കേ, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മിസ് ഒരു ചോദ്യം കൊണ്ടുവന്നിട്ടുണ്ട്. 9.80 ആണോ വലുത്? 9.09 ആണോ വലുത്? ഇതിന്റെ ആൻസർ ഒന്ന് എന്റെ മക്കൾ ഓടിപ്പോയിട്ട് കമന്റ് ബോക്സിൽ പറഞ്ഞല്ലേ. നമുക്ക് നമ്പർ ലൈൻസ് ഒന്നും വേണ്ട, മനക്കണക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇതാ ഇപ്പം തന്നെ ഓടിപ്പോയിട്ട് കമന്റ് ബോക്സിൽ പറയാ ആരാണ് ആദ്യം ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഇടുന്നതെന്ന് മിസ് എന്തായാലും നോക്കും. നമ്മളെ ഡെസിമൽ ഫോംസ് എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് അല്ലെ, ദശാംശ രൂപങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. സിമ്പിളാ, എല്ലാം സിമ്പിളാ. അതാ ഈ ഒരു കാര്യവും നല്ല അടിപൊളിയാണ്, സിമ്പിൾ ആണ്. എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനിയും ഉണ്ട് കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത്തരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് ഇനിയും അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.